10 11 പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. ഈ കൊക്കാർ കൂട്ടിക്കലായിട്ട്. കൊക്കാർ കൂട്ടിക്കലായിട്ട് ഒരു 10-12 പേര് മരിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നെ കൂട്ടിക്കലിന്റെ ഒരു മലയുണ്ട് അപ്പുറത്ത്, പ്ലാപ്പള്ളി എന്ന് പറഞ്ഞു. അവിടെയാണ് ഉരുളുപൊട്ടി കൂടുതൽ ആൾ മരിച്ചത്. നമ്മൾ താഴെ നിന്ന് കയറി വന്ന് ഇവിടെ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിപ്ലാങ്ങാട് കാണാം കേട്ടോ. ഇടുക്കി ജില്ലയിലെ പീരുമേട് ഉപജില്ലയിൽപ്പെടുന്ന ഒരു സ്കൂളാണ് കേട്ടോ. ഇതാണ് ഈ സ്കൂളിന്റെ കാഴ്ചകൾ. ഹായ്, ഷിജോയ് ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ, അതുപോലെ ഇടുക്കി ജില്ലയിലെ കുറ്റിപ്ലാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ. ആ സ്ഥലങ്ങളിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ മുട്ടവും ഈരാറ്റുപേട്ടയും പൂഞ്ഞാറും പാതാമ്പുഴയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ചോലത്തടം എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ക്രിസ്ത്യൻ പള്ളി കാണാം. ഇവിടെ നമ്മൾ ഇടത്തേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ കൂട്ടിക്കൽ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇടത്തേക്കാണ് പോകുന്നത്. ഇവിടെ ചെറിയ ചെറിയ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ 8 കിലോമീറ്റർ അധികം സഞ്ചരിച്ചിട്ട് വേണം കൂട്ടിക്കൽ എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ആ ടൗണിലേക്ക് എത്തിച്ചേരാനായിട്ട്. പോകുന്ന വഴിക്ക് നമുക്ക് റോഡിൻ്റെ ഇരു സൈഡുകളിലും ഒരുപാട് കൃഷിയും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഈ പ്രദേശങ്ങൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റബ്ബർ തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ചോലത്തടത്ത് നിന്ന് ഇങ്ങനെ ഇറക്കമൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും നമുക്ക് കുറച്ച് വ്യൂ പോയിന്റുകൾ കാണാൻ സാധിക്കുക. നല്ല കിടിലൻ വ്യൂ ആയിട്ടുള്ള കുറേ വ്യൂ പോയിന്റുകൾ നമുക്ക് ഈ പോകുന്ന വഴിക്കുണ്ട്. ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു ഈ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ട്. ഈ വഴി കൂടാതെ ചോലത്തടത്ത് നിന്ന് നേരെ പറത്താനം കൂടി നമുക്ക് കൂട്ടിക്കലൊക്കെ ചെല്ലാൻ സാധിക്കും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്കിനി ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാതെ, ഓരോ വളവിലും ഓരോ വെള്ളച്ചാട്ടങ്ങളാണ് ഈ വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ കൂട്ടിക്കലോട്ട് പോകുന്ന വഴിക്ക് കണ്ട മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ പ്രദേശത്തെല്ലാം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് റബ്ബറാട്ടോ. മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണ്. കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ഗ്രോട്ടോ കാണാവേ. അപ്പോൾ ഗ്രോട്ടോയുടെ നേരെ താഴ്വശത്തായിട്ട് നമുക്ക് ഇവിടെയുള്ള കാവാലിയിലെ പള്ളിയുടെ മനോഹരമായൊരു ലോങ് വ്യൂ കാണാൻ സാധിക്കുവേ. അപ്പോൾ ഉടനെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള മറ്റു മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മളിവിടെ ഗ്രോട്ടോയും കഴിഞ്ഞ് താഴേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലൊക്കെ ഒരുപാട് ഹെയർ പിൻ വളവുകൾ കാണാവേ. ഈ ഹെയർ പിൻ വളവൊക്കെ കഴിഞ്ഞാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ സൈഡുകളിൽ ഒരുപാട് പയറുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോഴേക്കും നമ്മൾ ജനവാസ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ റബ്ബർ തോട്ടങ്ങളും ഒരു സൈഡിലായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ കാണാവേ. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് കണ്ട പള്ളിയിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കവാലിയിലുള്ള സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അപാര വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കൂട്ടിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം കേട്ടോ. നമ്മളവിടുന്ന് പള്ളി കാണിച്ചില്ലായിരുന്നു, ആ സ്ഥലമായി കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇവിടെ എല്ലാം നല്ല മനോഹരമായിട്ടുള്ള കുറേ കൈതത്തോട്ടങ്ങൾ, കന്നാരത്തോട്ടങ്ങൾ. അതുപോലെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സെൻറ്റ് മേരീസ് ചർച്ച് കവാലി എന്ന് പറഞ്ഞ പള്ളി നമുക്ക് കാണാവേ. നല്ല അടിപൊളി വഴികളാണ്. അതുപോലെ തന്നെ നല്ല വ്യൂ പോയിന്റുകളാണ് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നമ്മൾ ചോലത്തടത്തുനിന്ന് ഒരു ചുരു ഇറങ്ങി വരുന്ന പോലെ ഉണ്ട് കൂട്ടിക്കിലോട്ട് പോകുന്ന വഴി. മുഴുവൻ നല്ല ഇറക്കങ്ങളും വളവുകളുമാണ്. എന്നാലും നല്ല അടിപൊളി റോഡാണ്. അതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത. റംബുട്ടാൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് റംബുട്ടാൻ മരങ്ങളാണ് ഈ വലയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ താളങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് താളങ്കൽ പാലം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്ഷേത്രം കാണാം. അപ്പം നമ്മൾ ചോലത്തടത്ത് നിന്ന് ഇറങ്ങി നമുക്കിവിടെ താളങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ശ്രീ മഹാദേവി ക്ഷേത്രമുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ശ്രീ മഹാദേവി ക്ഷേത്രം താളങ്കൽ കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കൂട്ടിക്കിലേക്ക്. നമ്മൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൂട്ടിക്കിലെത്തിയ കൂട്ടിക്കിലെ ഒരു സ്കൂളായി കാണുന്ന പ്രീ പ്രൈമറി സ്കൂളാണ്. സാൻ ജോസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ദേവാലയം, കൂട്ടിക്കിലെ സെൻറ്റ് ജോർജ് ഫൊറോനപ്പള്ളിയുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മനോഹരമായൊരു കാഴ്ചയാണ്. ഈ കല്ലിൽ തീർത്ത ഇവിടുത്തെ ഈ ഒരു സുന്യാളിൻ്റെ ഒരു ചെറിയൊരു ഗ്രോട്ടോ പോലെ. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ പള്ളി തന്നെ പ്രത്യേക രീതിയിലാണ് പണിതിരിക്കുന്നത്. അടിപൊളിയായിട്ട് കരിങ്കല്ലിൽ തീർത്ത പള്ളിയാണ്.
പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഹൈസ്കൂൾ കാണാവേ. മനോഹരമായ ഒരു ഗ്രൗണ്ടോട് കൂടിയ ഒരു ഹൈസ്കൂളാണിത്. ഏകദേശം ഒരു 50 വർഷത്തിന് മേലെ പഴക്കമുള്ള സ്കൂളാണിത്. സെന്റ് ജോർജ് ഹൈസ്കൂളാണ് കാണുന്നത്. അങ്ങനെ ചോളത്തടത്ത് നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര നമ്മളങ്ങനെ കൂട്ടിക്കൽ ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കിനി കൂട്ടിക്കൽ പാലവും അതുപോലെ ഇന്ന് ബെമ്പള്ളിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടിക്കൽ ടൗൺ. അവിടെ നിന്ന് നമ്മൾ മുണ്ടക്കൈ പോകുന്ന റൂട്ടിലോട്ട് കുറച്ച് സഞ്ചരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബെമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ കുറച്ച് ഗ്രാമകാഴ്ചകളൊക്കെ ഉണ്ട്. അതെ, നമ്മളവിടെ നിന്ന് അത്യാവശ്യം വലിയൊരു ടൗണാണ് കൂട്ടിക്കൽ. കൂട്ടിക്കൽ ടൗണിൻ്റെ സൈഡിലൂടെ പുല്ലകേർ എന്ന് പറഞ്ഞൊരു ആറ് ഒഴുകുന്നുണ്ട്. 2021 ഒക്ടോബർ മാസം 16-ാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ഭാഗത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും കുറേ പേര് മരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ കൂട്ടിക്കലിൽ നിന്ന് മുണ്ടക്കൈ റൂട്ടോടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാലം കഴിഞ്ഞ് ഇടതുവശത്തായിട്ട് നമുക്കൊരു സ്കൂൾ കാണാം. ഗവൺമെൻറ് LP സ്കൂളാണിത്. കൂട്ടിക്കൽ നിന്ന് മുണ്ടക്കൈ റോഡ് സഞ്ചരിക്കുമ്പോൾ നമുക്കിവിടെ സെൻറ്റ് ലൂക്ക് CSI ചർച്ച് കൂട്ടിക്കൽ എന്ന് പറഞ്ഞ പള്ളി കാണാം കേട്ടോ. ഇതും ഈ കല്ലിൽ തീർത്ത ഒരു പള്ളിയാണ്. ഇവിടുത്തെ പള്ളികളെ പ്രത്യേകത വെച്ചാൽ കൂടുതലും കല്ലിലാണ് തീർത്തത്. നമ്മളിപ്പോൾ കണ്ടൊരു RC പള്ളിയും കല്ലിലാണ് തീർത്തത്. അപ്പോൾ ഇതും ഇങ്ങനെ കല്ലിൽ തീർത്തും തന്നെ ഈ പള്ളികളൊക്കെ കാണാൻ നല്ല ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാലത്തിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. നമുക്ക് കൊക്കയാറ് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൂട്ടിക്കലെ പാലം. ഈ വഴിക്ക് നമ്മൾ നേരെ ഇനി കൊക്കയാറ് പോവാണ്. ഈ വഴിക്കാണ് 35-ാം മൈലൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിയിൽ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ കാണുന്ന ചെറിയ ചപ്പാത്ത് പാലമൊക്കെ കടന്നു വേണം നമുക്ക് 35-ാം മൈൽ അതുപോലെ കൊക്കയാറൊക്കെ പോകാനായിട്ട്. അപ്പോൾ പോകാനുള്ള ഈ സ്ഥലത്തിൻ്റെ സൂചികയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട CSI പള്ളിയിലേക്ക് പോകാനുള്ള വഴി കാണുന്ന ഗേറ്റിലൂടെ കടന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് കൊക്കയാറിലെ വില്ലേജ് ഓഫീസും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് റവറൻ ഹെൻറി ബേക്കറിൻ്റെ ഒരു ജൂബിലി ഹാളും കാണാവേ. ഈ സ്ഥലത്തിൻ്റെ പേര് നാരകമ്പുഴ എന്നാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ആ പോയ പഴയ പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയ്ക്ക് പ്രവേശിച്ചു കേട്ടോ. കൊക്കയാറൊക്കെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ പെടുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ 2021 ആ പ്രളയത്തിൽ ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും കുറച്ചുപേരുടെ മരിക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ടായത്. ഈ കാണുന്നതാണ് കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി ഒക്കെ. അപ്പോൾ ഇത് ഇവിടുത്തെ കൊക്കയാറിലെ പാലം, പുതിയ പാലം പണിതിൻ്റെ ഒരു കാഴ്ചയോടെ നമുക്ക് കാണാം. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഹിറ്റാച്ചി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ കാണുന്ന പാലത്തിലൂടെയാണ്. ഇതുകൊണ്ട് പുതിയ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ നമുക്ക് കന്നാരത്തോട്ടങ്ങൾ കാണാം. നമ്മളൊരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ അകത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ ആയിട്ട് നമുക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിപ്ലാങ്ങാട എന്ന് പറഞ്ഞൊരു സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ്. ഒരു 100 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. ഈ വഴിക്കാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ കൊക്കയാർ എന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ പേരെന്നായിരുന്നു? പേര് രാമേന്ദ്രൻ. രാമേന്ദ്രൻ അല്ലേ? 2 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണോ? ഞാൻ ഒരു 45 വർഷമായിട്ട് ഇവിടെയുള്ള ആളാണ്. അപ്പോൾ ഈ കൊക്കയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ പെടുന്ന സ്ഥലമാണ്. കൊക്കയാർ ഇടുക്കി ജില്ലയുടെ ഇങ്ങേറ്റമാണ്. കോട്ടയം ജില്ലയുടെ അതിർത്തിയല്ലേ? ഇടുക്കി ജില്ലയുടെ അതിർത്തിയാണ് കൊക്കയാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2021 ഇവിടെ അല്ലായിരുന്നു ശക്തമായ ഒരു ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. ഒരു 10-12 പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. കൊക്കയാർ കൂട്ടിക്കലായിട്ട്. അതല്ലേ? കൊക്കയാർ കൂട്ടിക്കലായിട്ട് ഒരു 10-12 പേര് മരിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നെ കൂട്ടിക്കലിന്റെ ഒരു മലയുണ്ട് അപ്പുറത്ത്, പ്ലാപ്പള്ളി എന്ന് പറഞ്ഞു. അവിടെയാണ് ഉരുളുപൊട്ടി കൂടുതൽ ആൾ മരിച്ചത്. ഞങ്ങളുടെ ഇവിടെ ഉരുളുപൊട്ടിയിട്ട് ഒരു വെള്ളം കയറി, ഒരു വീട്ടിൽ വെള്ളം കയറി ഒരു ചേച്ചി മരിച്ചുപോയി, ഒഴുകിപ്പോയി. പിന്നെ ഈ കൂട്ടിക്ക് ചപ്പാത്തിന്റെ അപ്പുറത്ത് മാക്കോച്ചി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഉരുളുപൊട്ടിയിട്ട് ഒരു 6-7-8 വീടും എല്ലാം കൂടെ അവിടെ ഒരു 10-12 ഒരു 6-7-8 പേര് കൊണ്ട് മരിച്ചു, ഒരു കുടുംബത്തിലുള്ളവരെല്ലാം. അങ്ങനെ ഈ ഇവിടെയുള്ള സ്കൂളിലെ കുറ്റിപ്ലാങ്ങാട് അത് 100 വർഷം പഴക്കം. കുറ്റിപ്ലാങ്ങാട് സ്കൂളിൽ 100 വർഷം പഴക്കമുണ്ട്. നിർമ്മിച്ച സ്കൂളാണ്. ഞാൻ വരുമ്പോ അത് ഓല മേഞ്ഞിരുന്ന സ്കൂളിൽ. ഞാനൊക്കെ ആ സ്കൂളിന് ഓല മേയാൻ കിട്ടാറുണ്ടല്ലേ. അത് കഴിഞ്ഞപ്പോ അത് ആസ്പെറ്റാസായി. പിന്നെ അത് കഴിഞ്ഞപ്പോ വർക്കായി. പിന്നെ അത് കഴിഞ്ഞ് +2 കെട്ടിടം ഉണ്ടായി. +2 കെട്ടിടം പണിയാനൊക്കെ ഞാനും കൂടി. എന്റെ മക്കൾ 2 പേരും അവിടെ പഠിച്ചിട്ട് പോയതാ. എന്റെ മകള് മൂത്ത മകൾ 2 പിള്ളേരാ. മൂത്ത ടീച്ചറായിട്ട് പഠിക്കുന്നു, ഇവിടെ പഠിച്ചു പോയതാ. അതല്ലേ? ഇവിടെ മഴക്കാലമാകുമ്പോ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഇപ്പം പ്രശ്നമൊന്നും ഇല്ലായിരിക്കും അല്ലേ? ഇപ്പം ഇല്ല. ഞങ്ങളുടെ ഈ കുറ്റിപ്ലാങ്ങാട് ഏരിയയിൽ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ വനമേഖലയാണ്, സർക്കാരിന്റെ ട്രൈബൽ ഏരിയ. പക്ഷെ അവിടെ ഈ ഉരുൾപൊട്ടലിന്റെ ഒന്നും ഞങ്ങൾക്കൊന്നും അനുഭവപ്പെട്ടിട്ടേ ഇല്ല. ആ കൊള്ളി താമസിക്കുന്ന ആർക്കും അങ്ങനെ ഒരു ഉരുൾപൊട്ടലിന് ഭീകരത കണ്ട വനം വന്നിട്ടില്ല. പിന്നെ മലയിൽ അതിന് കുറച്ച് മുകളിലേക്ക് കുറെ വീട് കണ്ടു.
അവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ. അവിടെ ഉരുള് പൊട്ടിയെങ്കിൽ ആർക്കും നാശനഷ്ടമൊന്നും, വീടോ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. കൂട്ടിക്കലും കൊക്കയാർ പ്രദേശത്താണ് കൊക്കയാർ കൂട്ടിക്കല് കൂടുതലുണ്ടായത്. അതായത് ഈ കൊക്കയാർ എന്ന് പറഞ്ഞത് മുറിഞ്ഞപുഴ ഭാഗത്തുനിന്ന് വരുന്നതാണ് ഈ കൊക്കയാറിന്റെ ആറ് ഉൽപ്പാദനം. അതായത് നമ്മളിപ്പോ ഈ കാണുന്ന ആറല്ലേ, നമ്മൾ പാലം പണിതുകൊണ്ടിരിക്കുന്ന അത് കൊക്കയാർ എന്ന് പറയും. അത് മുറിഞ്ഞപുഴയെന്നും പിന്നെ ഈ അഴങ്ങാട് പോത്തുപാറ, അതായത് കുട്ടിക്കാനത്തെ താഴ്വശത്തു നിന്ന് വരുന്ന വെള്ളങ്ങൾ ഒഴിച്ചു വന്നിട്ട് കൊക്കവഴി, വലിയ കൊക്കയാണ് അവിടെ. ആ കൊക്കവഴി നിന്ന് ഉത്ഭവിച്ച് വരുന്ന തോടായതുകൊണ്ട് അതിന് കൊക്കയാർന്നൊരു പേര് വന്നത്. അതാണ് ആറ് കൊക്കയാർന്ന് പേര് വന്നത്. അതുപോലെ മറ്റേ കൂട്ടിക്കെന്നൊരു ഒരു തോടുണ്ടോ, അതായത് ഇളങ്കാട്ട് ഭാഗത്തുനിന്നും ഒക്കെ വരുന്നത്, അതൊരു പുല്ലകയാറെന്നാ പറയുന്നത്. പുല്ലകയാറ് അതെന്ന് പറഞ്ഞാൽ അത് ഈ വാഗമണ്ണ, കോലാകലമേട് അങ്ങനെയുള്ള പുൽമേടുകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു ചെറിയ അരിവുകളൊക്കെ കൂടുതലായിട്ട് അവിടെ നിന്നുണ്ടാകുന്ന ആ തോടിനുണ്ടാകുന്നതുകൊണ്ടാണ് അതിന് പുല്ലകയാറെന്ന് പറയുന്നത്. അങ്ങനെ 2 ആറുകളും ചേർന്നിട്ടാണ് മാണിമലയാറ്റിലേക്ക് ചേരുന്നത്. മുണ്ടക്കയത്ത് എന്നിട്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ കാണുന്നത് പുല്ലകയാറല്ലേ, നമ്മുടെ കൂട്ടിക്കൽ കാണുന്ന ആ ടൗണിന്റെ അങ്ങനെ സൈഡിൽ ഒരു ആറ് വരുന്നില്ലേ, അത് പുല്ലകയാറ്. ഇത് കൊക്കയാറ്. ഈ കൊക്കയാറും കൂട്ടിക്കലും കൂടെ ഒന്നിച്ച് ചേരുന്ന കാലമാണ് അതിന് കൂട്ടിക്കൽ എന്നറിയുന്നത്. പുല്ലകയാറും കൂട്ടിക്കലും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് അവിടെ കൂട്ടിക്കൽ എന്നറിയുന്നത്. ലാപ്പയുടെ മണ്ടെന്ന് ചെറിയ ആറ് വരുന്നുണ്ട് കാളിന്റെ ഭാഗത്തുനിന്ന്. ആ ആറിനും നിങ്ങൾ ചേർന്നിട്ടാണ് 3 ആറുകൾ മുണ്ടക്കയത്ത് വെച്ചാണോ അത് എന്ന് മുണ്ടക്കയത്ത് ചേരും. പിന്നെ മുണ്ടക്കയം വഴി അങ്ങ് പോയിരുന്നത് അത് എന്നിട്ടാണ് മണിമലയാറ്റി ചേരുന്നത്. അപ്പം മുണ്ടക്കയത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ എരുമേലിയിൽ നിന്നും പിന്നെ പമ്പയാറ് വരികയില്ലേ, പമ്പയാറ് വരെ അവിടെ ചേർന്ന് ഇത് ചേരുന്നുണ്ട്. അങ്ങനെയാണ് പുല്ലകയാറ് മണിമലയാറ്റി ചേരുന്നത്. അതെ. അതെ, നമ്മള് കുറ്റിപ്ലാങ്ങാട് സ്കൂള് കാണാൻ പോവാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ 100 വർഷം പഴക്കമുള്ള സ്കൂള്, പണ്ടുപോലെ മേഞ്ഞ സ്കൂളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച സ്കൂളാണ്. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മുഴുവൻ ഗട്ടർ മാത്രമേ ഉള്ളൂ. താഴെ നിന്ന് കയറി വന്ന് ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിപ്ലാങ്ങാട് കാണാം കേട്ടോ. ഇടുക്കി ജില്ലയിലെ പീരുമേട് ഉപജില്ലയിൽപ്പെടുന്ന ഒരു സ്കൂളാണ് കേട്ടോ. ഇതാണ് ഈ സ്കൂളിൻ്റെ കാഴ്ചകൾ. ഒരു സ്കൂളാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസേ. ഈ വഴിക്ക് ഏത് വഴിക്ക് നമ്മൾ യാത്ര ചെയ്താലും നമുക്ക് ഈ റബ്ബർ തോട്ടങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് ഗ്രാമീണ കാഴ്ചകൾ കാണാൻ സാധിക്കും. വീടുകളും കൃഷിയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണിത്. കണ്ടോ, റോഡിൻ്റെ ഇരു സൈഡുകളിലും നമുക്ക് ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ കുറ്റിച്ചെടികളൊക്കെ നട്ടുവെച്ചേക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങ് പോകാൻ സാധിക്കും. ഇവിടെ എല്ലാം ചെറിയ ചെറിയ തോടുകൾ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ ആ സ്കൂളെല്ലാം കഴിഞ്ഞ് ഇതേ മുന്നോട്ട് വന്ന് നമ്മൾ തുടക്കത്തിലുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രാമീണതയുടെ തനത് മുഖമൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും. കുറച്ചും കഴിയുമ്പോഴേക്കും നമുക്കൊരു വനത്തിൻ്റെ ഒരു ആംബിയൻസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വനഭാഗങ്ങളാണ്. അപ്പുറത്തായിട്ട് നമുക്കൊരു ഫോറസ്റ്റ് ഓഫീസൊക്കെ കാണാൻ സാധിച്ചായിരുന്നു. ഇവിടെ ഈ സ്ഥലങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കൈത്തോടുകൾ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ തോടിൻ്റെ അപ്പുറത്താണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ആണ്. മരങ്ങളും ഈ പച്ചപ്പും എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിലേക്ക് കുളിരണിയിക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമുണ്ട്. കുറ്റിപ്ലാങ്ങാടുള്ളൊരു ക്ഷേത്രമാണിത്. ഇതാണ് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ ക്ഷേത്രവും അതുപോലെ സ്കൂളും എല്ലാം കണ്ടതിന് ശേഷം നമ്മളത് ബെമ്പള്ളി പോവുകയാണ്. അപ്പം ബെമ്പള്ളിയുമായി ബന്ധപ്പെട്ട വീഡിയോകളും അതുപോലെ എന്താണ് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.